ഈ ഒരു പ്രൊജക്ടറിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു ഇതിൻ്റെ ഫുൾ റിവ്യൂ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഫുള്ളായിട്ടില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് സെബ്രോണിക് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. നമ്മുടെ പ്രൊജക്ടറിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കമ്പനിയാണ് സെബ്രോണിക്. പിന്നെ ഈ കാണുന്ന ഹോൾസൊക്കെ സ്പീക്കറാണ്. ഇതേപോലെ ആ സൈഡിലും അതിൻ്റെ സ്പീക്കറുണ്ട്, ഈ സൈഡിലും ഉണ്ട് സ്പീക്കർ. പിന്നെ അതിൻ്റെ അടിയിലൊരു എയർ വിൻഡോ വരുന്നുണ്ട്. എയർ വിൻഡോ ഔട്ടാണ്. അതിൻ്റെ ഈ സൈഡിലൂടെയാണ് അതിൻ്റെ എയറിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. അതിൻ്റെ അടിയിലുണ്ട്. അത് നമുക്ക് അയച്ച് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാമെന്നൊക്കെയാണ്. പിന്നെ വരുന്നതിനകത്ത് വേറെ ഒന്നും വരുന്നില്ല. പിന്നെ പവർ ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു HDMI പോർട്ട്, USB പോർട്ട്, പിന്നെ ഒരു ഹെഡ്സെറ്റിൻ്റെ ഒരു ഹോൾസ്, പിന്നെ ഒരു പവർ. ഇത്ര സാധനം ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ. ഈ ചെറിയൊരു സാധനം ഇതിങ്ങനെ ഫ്ലിപ്പ് ചെയ്തിട്ട് നമ്മളതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ റൗണ്ട് റൊട്ടേറ്റൊക്കെ ആക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി ഇപ്പോൾ ഞാനിപ്പോൾ ഡാർക്കിലേക്കാണ് അതിൻ്റെ ഒരു പ്രൊജക്റ്റ് ചെയ്തേക്കുന്നത്. വൈറ്റ് ആകുമ്പോൾ ഒന്നും കൂടി വെളിച്ചം കൂടും. കുഴപ്പമൊന്നുമില്ല, കുറച്ച് വെളിച്ചം കൂടും. ഞാനിപ്പോൾ ഇതിൻ്റെ റൂമിൽ സെറ്റ് ചെയ്തപ്പോൾ ഓവർ വെളിച്ചമായിട്ടാണ് ഞാനതങ്ങനെ ഡാർക്കായിട്ട് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഒരു പകലാണ്. അപ്പോൾ ഞാനത് നൈറ്റാക്കി കാണിച്ചു തരാം. ഒരു വെളിച്ചം ഇപ്പോൾ ഡോറടച്ചതിന് ശേഷം ഞാനത് കാണിച്ചു തരാം ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്താണെന്നുള്ളത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ പ്രൊജക്ടർ. ഈ പ്രൊജക്ടർ ഇതിൻ്റെ ഹോം പേജാണിത്. അപ്പം ഇത് നമ്മൾ ഇതിലുള്ള ആപ്ലിക്കേഷൻസ്, സ്ക്രീൻ മിററിങ് ആപ്ലിക്കേഷൻ സെറ്റിങ്സ്, HDMI, USB, പിന്നെ കസ്റ്റംസ് ചെയ്തെടുക്കാം നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്. ആപ്പ് സ്റ്റോർ ഉണ്ട്, അതുപോലെ യൂട്യൂബ്, ഇതെല്ലാം ഇതിലുണ്ട്. അത്യാവശ്യം ആപ്ലിക്കേഷനൊക്കെ ഇതിനകത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതുള്ളൂ. ക്രോമൊക്കെ ഉണ്ട്. പിന്നെ യൂട്യൂബ് ഉണ്ട്. യൂട്യൂബ് നോർമലി നമുക്ക് ഇതിപ്പോൾ നമ്മൾ അറിയാത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളിതിൽ ഈ നമുക്കൊരു പിക്ചർ നമ്മൾ കാണുമ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത് പ്രൊജക്റ്റ് ചെയ്തേക്കുന്ന ഒരു ഡാർക്ക് ചുമരിലേക്കാണ്, വൈറ്റ് അല്ല. വൈറ്റ് കുറച്ചുകൂടി വെളിച്ചം കൂടും. എന്നാൽ എനിക്കങ്ങനെ വെളിച്ചം എൻ്റെ റൂമിൽ അത്യാവശ്യം കൂടുതൽ കാണണ്ട, കുറച്ചുകൂടെ ബ്രൈറ്റ് ഡാർക്കായിട്ട് നിൽക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഡാർക്ക് ചുമരിലേക്ക്, ഒരു ഗ്രേ കളർ ചുമരാണ്, അതിലേക്ക് ഞാൻ പ്രൊജക്റ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇതിൽ അത്യാവശ്യം ക്വാളിറ്റി നമുക്ക് കിട്ടും. പക്ഷെ എന്നാലും ഇതിന് നമുക്ക് ഈ ബ്രൈറ്റ്, കോൺട്രസ്റ്റ്, കളറ്, അതുപോലെ തന്നെ ഷാർപ്പ്, ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഈ പ്രൊജക്ടറിൽ കാണുന്നില്ല. ഇതാണ് ഇതിൽ കുറേ ആൾക്കാർ ചോദിച്ചത്. എന്താണ് ഇതിനകത്ത് നമുക്ക് ബ്രൈറ്റ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, കോൺട്രസ്റ്റ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഷാർപ്പ് കുറയ്ക്കായിരുന്നു. ഷാർപ്പ് കുറച്ചാൽ കുറച്ചുകൂടി നല്ലൊരു ക്ലിയർ കിട്ടും. ഓവർ ഷാർപ്പായി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വര വീഴും എന്നൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജ് വന്നിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഈ ഒരു സംവിധാനം ഈ ഒരു പ്രൊജക്ടറിൽ ഇല്ല എന്ന് വേണം പറയാം. അത് ആ പ്രൊജക്ടറിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോഴാണ് ഇല്ലാത്തത്. എന്നാൽ നമ്മൾ HDMI പോർട്ട് ഉപയോഗിക്കുമ്പോൾ അതിൽ ആ സംവിധാനം ഉണ്ട്. ഇപ്പോൾ നമ്മൾ നേരെ ഹോം പേജിലേക്ക് വരിക. വന്നതിന് ശേഷം നമ്മൾ HDMI ഉപയോഗിക്കാം. HDMI നമുക്ക് USB ആയിട്ട് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്മൾ ഇപ്പം ഇതിൻ്റെ ഇതുണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് MIൻ്റെ ഒരു 4K ബോക്സാണ്, ആൻഡ്രോയിഡിൻ്റെ. അപ്പം ആ ഒരു പോർട്ട് നമ്മൾ എടുക്കുന്നു. ഇപ്പോൾ HDMI ആണ്. ഇത് ഷാർപ്പൊക്കെ കുറച്ച് ബ്രൈറ്റൊക്കെ ലേശം കുറച്ച് ഒക്കെ കാണുന്ന ഒരു ഹോം പേജാണ്. ഇവിടെയാണ് നമുക്കിതിൻ്റെ ഷാർപ്പും ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഇതൊന്നുകൂടെ നല്ല ക്വാളിറ്റി പിക്ചറാണ്. അതിനേക്കാളും ഒന്നും കൂടി ക്വാളിറ്റി കൂടും. ആ ക്വാളിറ്റി കൂടാനുള്ള കാരണം ഇതേപോലെ ആയതുകൊണ്ടാണ്. പിന്നെ അതൊക്കെ നമുക്ക് ഈ ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരും. അതാണ് ഈ പ്രശ്നം. ഇല്ലെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റിക്ക് ഒന്ന് കാണിച്ചു തരാമായിരുന്നു. അതിന് പണിയുണ്ട്, അതിന് പണിയുണ്ട്. ആവതുണ്ടാവും കാലം
അല്ലലില്ലാത്ത നേരം അല്ലാനെ ഓർക്കുവാനായി മറക്കല്ലേ. ഇല്ലായ്മയെല്ലാം നീങ്ങി തെല്ലും ഉഷാറിൽ. ഇതിപ്പം ഈ ചാനലിൽ നമ്മളെടുത്ത വീഡിയോൻ്റെ ക്വാളിറ്റി പോലെ ഉണ്ടാവും കേട്ടോ, അല്ലാതെ കണ്ടോ ക്വാളിറ്റി. അപ്പോൾ ആ ക്വാളിറ്റി ഉണ്ടാവും. അപ്പം നമ്മളിതിനകത്ത് ഈ കളർ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇതിൽ നമ്മൾ റിമോട്ടിൽ ഒരു 3 ഡോട്ട്സ് ഉണ്ട്, 3 ലൈൻ ഉണ്ട്. ആ ലൈനിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ സെറ്റപ്പ് വരുന്നുണ്ട്. ഇമേജ് സെറ്റപ്പ്, ഇമേജ് മോഡ്, യൂസർ, സോഫ്റ്റ്, ഗെയിം, മ്യൂസിക്, മൂവി, സ്റ്റാൻഡേർഡ്. ഇത് സ്റ്റാൻഡേർഡിലേക്ക് അയക്കുക. സ്റ്റാൻഡേർഡ് മോഡായി, മൂവി മോഡായി, മ്യൂസിക്, ഗെയിം, സോഫ്റ്റ്, യൂസർ. ഇങ്ങനെ ഉണ്ടോ യൂസറിൽ തന്നെ കിടക്കുന്നുണ്ടല്ലേ ഈ സാധനം. ഷാർപ്പ്, ബ്രൈറ്റ്, കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ, ഇതെല്ലാം ഇതിലുണ്ട്. ഇതിൽ നമുക്ക് ഇതുപോലെ ഷാർപ്പ് ഇങ്ങനെ കുറയ്ക്കാനും ഷാർപ്പ് കൂട്ടാനും ഉള്ള സംവിധാനം എല്ലാം ഇതിൽ ഈ ഒരു HDMI പോർട്ടിൽ വരുന്നുണ്ട്. നമ്മുടെ സാധാ പ്രൊജക്ടറിൻ്റെ ഹോം പേജിൽ ആ ഒരു ഓപ്ഷൻ വരുന്നില്ല. ഏടാ പോണ്? ഒരു മിനിറ്റ് ആയിക്കോട്ടെ ചെയ്യാം. അപ്പം ഈ സംവിധാനം എല്ലാം ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ പ്രൊജക്ടറിൻ്റെ ഹോം പേജിലേക്ക് വരാം. അപ്പോൾ അവിടെയുള്ള കേട്ടോ നമ്മുടെ ഈ ബ്രൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം. എക്സിറ്റ്. ഇനി നമ്മൾ നോർമലി പ്രൊജക്ടറിൻ്റെ ഹോം പേജിലേക്ക് വന്നു. ഇനി ഇതിൽ സെറ്റിങ്സ് എടുക്കുക. ഈ സെറ്റിങ്സിലാണ് നമ്മൾ ഈ പ്രൊജക്ടർ എവിടേക്ക് തിരിച്ചു വെച്ചാലും നമുക്കത് കറക്റ്റ് ലെവലിൽ കാണാൻ പറ്റും. ചില പ്രൊജക്ടർ മുകളിലേക്ക് താഴത്തേക്കൊക്കെ ആക്കി കഴിഞ്ഞാൽ ചില ഭാഗങ്ങളൊക്കെ ഈ മങ്ങി നിൽക്കണ കാണാം. കാരണം അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. ഇതിപ്പോൾ ഈ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കുന്നു. പ്രൊജക്ഷൻ മോഡ്, കീറ്റോൺ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇതൊക്കെ മാനുവൽ ഓട്ടോമാറ്റിക്കലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഹോറിസൺ, ഇത് നമ്മൾ ഇപ്പോൾ 10ലാണ് നടക്കുന്നത്. അപ്പോൾ എൻ്റെ ചുമരിൻ്റെ ഒരു ഇത് വെച്ചിട്ട് 10ലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, -10. ഇത് നമ്മൾ ഇങ്ങോട്ടങ്ങോട്ടാക്കി കഴിഞ്ഞാൽ ഇതാ ഇങ്ങോട്ട് പോയി. ഇപ്പം ആ ഭാഗത്തേക്കായി. ഇത് ചുമര് ഏത് ഭാഗത്തേക്കാണ് നമുക്ക് ഇത് വരുന്നതെന്ന് വെച്ചാൽ ചുമരിൻ്റെ, അല്ലെങ്കിൽ ചുമരെന്നല്ല ഇപ്പോൾ ശരിക്കും പറയേണ്ടത്, നമ്മുടെ ഈ പ്രൊജക്ടർ കൊടുക്കുന്ന പ്രൊജക്റ്റ് ചെയ്യുന്ന സ്ഥലം. അപ്പം ഇത് നമുക്കൊരു 10ലായിരുന്നു കിടന്നത്, 10ൽ തന്നെ കൊണ്ടിടാം. ഇത് -2ലാണ് കിടക്കുന്നത്, വെർട്ടിക്കൽ കീറ്റോൺ. ഇത് -2ലാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രൊജക്ടർ ഇതാ ഇങ്ങനെ ഈ സൈഡേക്ക് കൊണ്ടുപോകാം, ഈ സൈഡൊക്കെ. ഇത് ചുമരിൽ നമ്മൾ ഏത് ഭാഗത്തേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്താലും നമുക്കത് കറക്റ്റ് ലെവലിൽ 4 ഭാഗവും സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ സൂം അഡ്ജസ്റ്റ്മെൻറ്റ്, ഇതൊരു 86ലാണ് കിടക്കുന്നത്. ഇത് നമുക്ക് കുറച്ചുകൂടെ വലിപ്പം കൂട്ടി നമുക്ക് 100ലാക്കാം. ഇപ്പോൾ അത് 100ലായി. ഇത് കുറവെന്ന് പറഞ്ഞാൽ 50 വരെ പോകും. ഇപ്പോൾ ഇത് 50ലാണ് കിടക്കുന്നത്. ഒരു 80 കിട്ടി കഴിഞ്ഞാൽ ഏകദേശം നല്ലൊരു 80, 88 ഒക്കെ ഇട്ടാൽ അത്യാവശ്യം നല്ല ഇതായി. ഒരു 8, 9, ഒരു 10 അടി ദൂരം വരെ മാക്സിമം പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മങ്ങൽ വരും, ആ ഒരു ഫോക്കസ് ഔട്ടായി പോകും. അതേ ഉള്ളൂ ഇത് വ്യത്യാസം. പക്ഷേ ഇതിൽ അങ്ങനെ വരില്ല കേട്ടോ. ഇതിൻ്റെ യൂട്യൂബ് ചാനൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്ര ഒരു ക്വാളിറ്റി അതിൽ വരില്ല. പക്ഷെ നമ്മൾ HDMI ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിരിക്കും. ക്വാളിറ്റി കുറവൊന്നുമില്ല കേട്ടോ, എന്നാലും ചെറുതായിട്ടൊരു ഇതുണ്ടാവണമെന്നുള്ളൂ. നല്ല പ്രശ്നങ്ങളൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പ്രശ്നമൊന്നുമില്ല.
അത്യാവശ്യം നല്ല ക്ലിയറാണ്. പക്ഷേ ഒന്നുകൂടെ ക്വാളിറ്റി കൂടും. പിന്നെ നമുക്ക് സൗണ്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സൗണ്ട് കാണിച്ചിരുന്നില്ലല്ലോ അല്ലേ. ഇതിൻ്റെ സൗണ്ട് അത്യാവശ്യം നല്ല സൗണ്ടും ഉണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ സെബ്രോണിക്കിൻ്റെ പ്രൊജക്ടർ. അപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം. ഒന്നും കൂടി നമ്മൾ കാണിച്ചു തരാം. പ്രൊജക്ടർ ഇതാണ് ആ പ്രൊജക്ടർ, കണ്ടില്ലേ? ഇത്രേ ഉള്ളൂ സാധനം. പക്ഷേ അത്യാവശ്യം എന്താ അപ്പോൾ ആ MIൻ്റെ ആ ബോക്സ് ഉണ്ടല്ലോ, 4K ബോക്സ്, അത് ഉപയോഗിച്ചിട്ടാണ് HDMI കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ നമ്മുടെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാം, സെബ്രോണിക്. പിന്നെ എൻ്റെ അടിയിലുള്ള വിൻഡോ, ആ വിൻഡോ നമുക്ക് അയച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ്. അതിൽ എയർ ഓടിക്കാൻ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ USB പോർട്ട്, HDMI പോർട്ട്, പിന്നെ ഹെഡ്സെറ്റ് ഹോൾസ്, പവർ. ഇത് ഇത്ര ഉള്ളിനകത്തുള്ള പ്രശ്നം. ഇവിടെ സ്പീക്കർ. ഓക്കെ.